ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തിന്റെ സ്വപ്നങ്ങൾക്ക് ഇടമന്വേഷിച്ച് ഒരു ദൂതൻ ആ സ്വപ്നങ്ങൾക്ക് എളിമയോടെ തന്റെ ഹൃദയത്തിൽ ഇടം നൽകിയ പരിശുദ്ധ അമ്മ ഇന്ന് ഈ ലോകത്തിന് സന്തോഷകരമായ ആ വാർത്തയ്ക്ക് സങ്കടങ്ങളുടെ, കണ്ണുനീരിന്റെ, ഒറ്റപ്പെടലിന്റെ കഥ പറയാനുണ്ട്. വചനം പറയുന്നു, വിവാഹ നിശ്ചയം കഴിഞ്ഞ കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ ദൂതൻ അയക്കപ്പെടുന്നു. ദൂതൻ ഇപ്രകാരം പറയുകയാ, ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോട് കൂടെയെന്ന്. ഈ വചനം കേട്ട് അവൾ ആകെ അസ്വസ്ഥതയായി. അതേ സ്നേഹമുള്ളവരെ, വചനം നമ്മെ അസ്വസ്ഥരാക്കണം. അസ്വസ്ഥതപ്പെടുത്തുന്നില്ലെങ്കിൽ നമ്മിൽ ചാപ്പിള്ളകൾ രൂപപ്പെടും. അസ്വസ്ഥതപ്പെടുത്താത്ത വചനങ്ങൾ നമ്മിൽ ഈശോയെ സൃഷ്ടിക്കില്ല. സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ള ക്ഷണമാണ് മാലാഖ മറിയത്തിന് നൽകുന്നത്. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളാൽ ഞെരുക്കപ്പെടുമ്പോഴൊക്കെ നമ്മൾ പിറുപിറുക്കുന്നുണ്ടാകും. ദൈവം നിനക്ക് സഹനം നൽകുന്നുവെങ്കിൽ അതിനൊപ്പം ഒരു കൃപയും ദൈവം നിനക്ക് നൽകുന്നുണ്ടെന്ന് പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്ക് നൽകുന്ന വലിയ പാഠമാണ്. സഹനങ്ങളെ ഹൃദയപൂർവ്വം ഏറ്റെടുക്കാൻ, സഹനങ്ങളെ വചനത്തോട് ചേർന്ന് ഏറ്റെടുക്കുമ്പോഴാണ് ജീവിതത്തിൽ കൃപയുണ്ടാകുകയുള്ളൂ എന്ന് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി എന്തായിരുന്നു പരിശുദ്ധ അമ്മയുടെ മുൻപിലുണ്ടായിരുന്ന സഹനം? ഇതറിയണമെങ്കിൽ യഹൂദരുടെ വിവാഹ രീതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപ്പിതാവും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. യഹൂദരുടെ പാരമ്പര്യ നിയമങ്ങൾ അനുസരിച്ച് വിവാഹത്തിന് 2 ഘടകങ്ങളാണ് പ്രധാനമായിട്ടുണ്ടായിട്ടുള്ളത്. 1 വിവാഹ നിശ്ചയം, 2 വിവാഹം. വിവാഹ നിശ്ചയം വിവാഹത്തെ പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നായിരുന്നു. കാരണം നിയമാനുസൃതമായി ജീവിക്കാനുള്ള എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും വിവാഹ നിശ്ചയത്തോടുകൂടി യഹൂദ ദമ്പതികൾ കൈവരിക്കാനുണ്ടാകുന്നത്. വിവാഹ നിശ്ചയത്തിന് ശേഷം വരൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ വധു വിധവയായി തന്നെ കണക്കാക്കപ്പെടുമെന്നാണ് അവരുടെ പാരമ്പര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. തീർന്നില്ല, വിവാഹ നിശ്ചയത്തിന് ശേഷം വധു അവിശ്വസ്തത കാണിച്ചാൽ നിയമാവർത്തന പുസ്തകം 22-ാം അധ്യായം 23-ാം വാക്യമനുസരിച്ച് അവൾ കല്ലെറിഞ്ഞ് വധിക്കപ്പെടണമെന്നാണ് യഹൂദരുടെ മോശയിൽ നിന്നും ലഭിച്ചിട്ടുള്ള നിയമം. ഇതെല്ലാം ഒരു യഹൂദ സ്ത്രീക്ക് മനഃപ്പാഠമായിരുന്നു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ ഹിതത്തിന് വാക്ക് കൊടുക്കുന്നത്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറയുമ്പോൾ സഹനത്തിലേക്കുള്ള എടുത്തുചാട്ടമായിരുന്നു പരിശുദ്ധ അമ്മ അവിടെ കാഴ്ചവെച്ചത്. ഈ സമ്മതമാണ് പരിശുദ്ധ അമ്മയെ ഈശോയുടെ അമ്മയാക്കിയത്, ദൈവമാതാവാക്കിയത്. സ്നേഹമുള്ളവരെ, ഇന്നും ദൈവം നമ്മുടെ പക്കലേക്ക് ദൂതന്മാരെ അയക്കുന്നുണ്ട്. അവിടുത്തെ സ്വപ്നത്തിന്റെ പങ്കുകാരാകുവാൻ, അവിടുത്തെ സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ള ക്ഷണവുമായി ഓരോ ദൂതന്മാരും നമ്മുടെ പക്കലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. വചനങ്ങൾ നമ്മെ അസ്വസ്ഥരാക്കട്ടെ. ആ വചനങ്ങൾ, അസ്വസ്ഥതപ്പെടുത്തുന്ന വചനങ്ങൾ ഏറ്റെടുക്കാൻ തക്ക വിധം നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊരുക്കാം. സഹനങ്ങളിലൂടെ കൃപ കണ്ടെത്തിക്കൊണ്ട് പുൽക്കൂട്ടിലേക്ക് നടന്നെടുക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.